വളരെ ആവേശത്തോടെ വന്നിട്ടുള്ളതാണല്ലേ. ടീച്ചർ ഇപ്പൊ പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, നിങ്ങൾ സ്കൂളിൽ എത്തിക്കണം, മറ്റു കുട്ടികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അത് ഓർമ്മയുണ്ടാവണം കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. നമുക്ക് എന്ത് നല്ലത് കിട്ടിയാലും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം. നമ്മളെപ്പോലെ മറ്റുള്ളവരും ആവണം. അത് നല്ല കാര്യങ്ങൾക്കായിരിക്കണം. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാവട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിച്ചു. ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടാവില്ല. നോക്കാം. മാപ്പിളപ്പാട്ടിന് ആൾ വരുമ്പോൾ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു കഥ ഇല്ലേ. അത് തൊട്ട് മുമ്പ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പകരം നേരത്തെ സൂചിപ്പിച്ച ചില സ്കില്ലാണ്. കാരണം കേരളത്തിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ഉൾപ്പെടുന്ന ഏക പ്രസ്ഥാന വിദ്യാലയങ്ങളിൽ അധ്യാപക കലാസാഹിത്യം. ഈ വർഷം ഡയറ്റുമായി ചേർന്ന് ടീച്ചർ പറയുന്നത് വിചാരിക്കും. ഡയറ്റുമായി ചേർന്നിട്ട് ഒരു വലിയ പദ്ധതിക്ക് വിദ്യാലയത്തിന് രൂപം കൊടുക്കുകയാണ്. ത്തോടെ വായിക്കുന്ന ബാലരമ, പിന്നെ മിന്നാമിന്നി, മലർവാടി, കളിപ്പുടുക്ക, തത്തമ്മ, മിന്നാമിന്നി മതി. ഓക്കെ, ബാലരമ, ബാലഭൂമി, മലർവാടി, തത്തപ്പുര പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലേ. ഇതിൽ തന്നെ 2, 3 തന്നെ ഒരിക്കൽ കൂടിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പഠിത്തത്തിൽ പറയാൻ ശേഷം ചെയ്യാത്ത തലശ്ശേരി ഉപജില്ലയുടെ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നമ്മളെല്ലാവരും ചേർന്ന് ഒരു ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 1, 2, 3. ഓക്കെ, ശരിയല്ലേ? തീരുമാനിച്ചില്ലേ? അപ്പൊ നമുക്ക് 2 ശില്പശാലകളുണ്ട്. ഭാഷയെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയാസമാണ്. ചോദിച്ചതേ കേട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, അപ്പോ വായനയെ കുറിച്ചൊക്കെ പറഞ്ഞു, വിജുമാഷും പറഞ്ഞു, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും പറഞ്ഞു. നിങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വായിച്ചതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്ന ആള് മാത്രം കൈ പൊക്കുക. ആരും വിളിച്ചു പറയാൻ പാടില്ല. കാരണം ഒരാൾക്ക് അറിയുന്നത് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ അതാണ് എന്നവര് കൈ പൊക്കിയാൽ മതി. ബാക്കി ആരും വിളിച്ചു പറയല്ലേ. അപ്പൊ ഇതൊരു പിന്നെ ഒരു പൂവൻകോഴി കൂടെ നടന്നു പോവാം. കമ്പിപ്പാലെന്ന് പറഞ്ഞാൽ അറിയോ? കുറെ കമ്പി ഇങ്ങനെയും കെട്ടി നടുക്കല് ഓട്ടയുണ്ടാവും. സൂക്ഷിച്ചു നടക്കണം, അല്ലെ താഴെ വീണൂല്ലേ. അങ്ങനെ നടന്നുപോയി ഇത്തരം പറയുന്നത് കേട്ടാ, വിളിച്ചു പറയണ്ടേ. നടന്നുപോയി നടുക്കെത്തുമ്പോ അത് മുട്ടയിട്ടു. അപ്പൊ ആ മുട്ട ഈ പാലത്തിന്റെ മേലെ വീഴുവോ അത് അതിലേക്കൂടെ താഴെയുള്ള വെള്ളത്തിൽ വീഴുവോ എന്നുള്ളതാണ് ഉത്തരം. ഒരാള് ഉത്തരം ശരിയാന്ന് തോന്നിയാലേ കൈവക്കാവും. ഞാൻ പറയുന്ന ഉത്തരം ശരിയാണെന്ന് തോന്നിയാലേ കൈവക്കാവും അല്ലെ? ഞാൻ ഇതിൽ ഒരാളെ വിളിക്കട്ടെ ഉത്തരം പറയുന്ന മറ്റൊരാളാ. മോള് വന്നേ. ഓക്കെ, വേറൊരാൾ വന്നേ. അതല്ലേ മോളല്ല, അവളെ അടുത്തുള്ളതല്ലേ. എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താഴെ വീഴുന്ന് പറയുന്നവര് കൈതാത്തിക്കോ. ആ, പാലത്തിന്റെ മേലെ തങ്ങി നിൽക്കുന്നു പറയുന്നവര് കൈതാത്തിക്കോ. ബാക്കിയുള്ള ഉത്തരവുള്ളവർ മാത്രം ഓക്കെ. നിക്ക് പറയുന്നതിലെ ഉത്തരം അല്ല അതന്നെ അല്ലേ? അപ്പൊ വേറെ ഉത്തരവുള്ള ഒരാൾ ഇപ്പൊ ആദ്യം വന്നിട്ട് പറഞ്ഞു എന്താണ്
പൂവൻകോഴി മുട്ടയിടുവാ? പിന്നെ എങ്ങനെയാണ് താഴെ വീട്? അപ്പൊ ടീച്ചർ പറയുമ്പോ നിങ്ങളത് കേൾക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ വായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കലുണ്ടോ? വായിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? എന്തിനാ വായിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്നാലേ വായന കൊണ്ട് ഗുണമുള്ളൂ നമുക്ക് അല്ലേ? ചിന്തിക്കാതെ വായിച്ചാലോ? വായിച്ചത് നേരത്തെ മാഷ് വായിച്ച് കാണിച്ചില്ലേ ഇങ്ങനെ അതുപോലെയാവും അല്ലെ? ആർക്കോ വേണ്ടിയുള്ള വായന. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വായിക്കണം. അങ്ങനെയാണ് നമ്മൾ 50 പുസ്തകങ്ങൾ വായിക്കും എന്നൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഏറ്റെടുത്തില്ലേ? അപ്പൊ ഇനി വായിക്കുന്ന ഓരോ വരികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂലേ? എന്തിനാണെന്നറിയോ വായിക്കുന്നത്? നമ്മൾ എഴുതുന്നതും വായിക്കുന്നതെല്ലാം എന്തിനാണെന്നറിയോ? നമ്മൾ വായിക്കുമ്പോ ആ കഥയിലെ കൂടെയെല്ലാം കുറെ ആള് ജീവിതങ്ങൾ നമ്മൾ മനസ്സിലാക്കൂലേ? കുറെ ആള് വിജയിച്ച കഥകളുണ്ടാവും, തോറ്റുപോയ കഥകളുണ്ടാവും അല്ലേ? നേരത്തെ മാഷ് പറഞ്ഞില്ലേ ഒരു ഇരുട്ടറയിലൂടെ അകപ്പെട്ടു. അപ്പാട് നമ്മൾ പറഞ്ഞെന്താ? നമ്മൾ കരയും. നമ്മൾ ഇരുട്ടറയിലൂടെ അകപ്പെട്ടാൽ ഞാൻ കരയോ? നമ്മളെന്താ ചെയ്യണ്ടേ? തപ്പി പോയിട്ട് എവിടെയെങ്കിലും തുറക്കാനുള്ള ഒരു വഴിയുണ്ടോ എന്ന് നോക്കൂ അല്ലേ? ഇല്ലെങ്കിൽ നമ്മളത് ചവിട്ടി പൊളിക്കും അല്ലേ? നമ്മൾ ഓരോ പ്രശ്നത്തിൽ അകപ്പെട്ടാലും ചെയ്യേണ്ടത്. ഇനി അങ്ങനെ ചെയ്യൂലേ? അപ്പൊ ഇനി പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അപ്പാട് കരിയോ? പിന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണമെങ്കിൽ അപ്പാട് നമ്മൾ വേറൊരാളെ ആശ്രയിക്കുക. അച്ഛനോടും അമ്മയോടൊന്നും ചോദിക്കുക. ആദ്യം ചെയ്യുക ചോദിക്കണം. എങ്ങനെ? നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരോടൊന്നും ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തിയ വഴി അത് ശരിയാണോ, നേരായ വഴിയാണോ, അതിലെന്തെങ്കിലും അപകടമുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് മറ്റുള്ളവരോട് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ വായനയിലേക്ക് വരാം. ഞാൻ അധികം പറയില്ല. അപ്പൊ നമ്മൾ ഒരുപാട് ജയിച്ച കഥകളും തോറ്റ കഥകളും കരഞ്ഞ കഥകളും നേടിയ കഥകളും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ വഴി നടക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾക്കും മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ഓരോ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അല്ലേ? ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പരാജയപ്പെട്ടാലും കരഞ്ഞോണ്ടിരിക്കണ്ട, വീണ്ടും നമുക്ക് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം നമ്മൾ മനസ്സിലാക്കും. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തകരെ, ഇന്നത്തെ വിദ്യാരംഗ പ്രവർത്തനോദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുന്നു.